ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ട്രാവൽ കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അൽമജാസ് വാട്ടർ ഫ്രണ്ട് അഥവാ ബുഹേറ കോർണിഷിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ് ബുഹേറ കോർണിഷ്. ഇവിടെയുള്ള 1000 പാം കാണാനും അതുപോലെ കോർണിഷിൻ്റെ വാക്ക് സ്ട്രീറ്റിലൂടെ നടന്നു പോകാനും ഒക്കെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പം നമ്മൾക്ക് ഇന്നത്തെ ഇവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. ഇതാണ് ഇവിടുത്തെ 1000 പാം കേട്ടോ. വളരെ മനോഹരമായി കിടക്കുന്നൊരു സ്ഥലമാണിത്. ഒത്തിരി ഫാമിലീസൊക്കെ നമ്മൾ ഒത്തിരി നേരത്തെയാണെന്ന് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഫാമിലീസൊക്കെ കുറവ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ പാം ട്രീൻ്റെ താഴെയും ഓരോ ഫാമിലീസ് ഉണ്ടാവാറുണ്ട്. നമ്മളും വരുമ്പോൾ ഫുഡൊക്കെ ആയിട്ട് വരും കേട്ടോ. ഫുഡൊക്കെ ആയിട്ട് വന്നിട്ട് ഇതിൻ്റെ താഴെ വന്നിരുന്ന് ഫുഡൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാറുണ്ട്. ഒത്തിരി സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നതും അതുപോലെ നല്ല കാഴ്ചകളും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് ബുഹേറ കോർണിഷ്. മതി ഈ പാം ട്രീൻ്റെ താഴെയും അതുപോലെ കാശിക്കൊക്കെ നമ്മൾ ഇന്നും വരുന്ന സമയത്ത് കുറച്ച് ടോയ്സൊക്കെ ആയിട്ട് വന്ന് മാറ്റൊക്കെ വിരിച്ചിട്ട് ഇവിടെ വന്ന് ഇരിക്കാറുണ്ട്. അങ്ങനെ നമ്മളൊന്ന് മാറ്റൊക്കെ വിരിച്ചിട്ട് ഇവിടെ നിന്ന് ഇരിക്കുന്നുണ്ടേ. ഇപ്പോൾ ഭയങ്കര സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചിട്ട് തന്നെയാണ് തോന്നുന്നത്. ഒത്തിരി പേര് ദൂരെയായിട്ടാണ് ഇരിക്കുന്നത്. ട്രീസിൻ്റെ താഴേക്ക് കുറേ ഡേറ്റ്സുകൾ വീണിട്ടുണ്ട്. ഇതുണ്ടോ, നമ്മളെടുത്തിങ്ങനെ വെച്ചതാട്ടാ. ചിലതിലൊന്നും സീഡൊന്നുമില്ല, കാരണം ബേർഡ്സ് ഇങ്ങനെ കൊത്തുന്നതുകൊണ്ടേ. അപ്പം ഞങ്ങളതുപോലെ ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടോ ഞങ്ങൾ ബോട്ടിൽ ഡേറ്റ്സ് കൊണ്ടുവന്നതാണ് കേട്ടോ. അത് ആണ് കേട്ടോ. ഇതാ നമ്മളുടെ ഇവിടെ നിന്ന് ഞങ്ങൾ പെറുക്കിയെടുത്തതാണ്. എൻ്റെ കയ്യിലുള്ളത്, ഇത് ഹസ്ബൻഡിൻ്റെ കയ്യിലിരിക്കുന്നത് ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ചുമ്മാ ഒന്ന് കാണിച്ചെന്നു മാത്രമേ. അങ്ങനെ കാശിൻ്റെ പപ്പയും കൂടെ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പൊതുവെ ഇവിടേക്ക് വരുന്ന സമയത്ത് മിക്കവാറും ബോൾ തന്നെയായിരിക്കും കയ്യിൽ വയ്ക്കുക. അതാകുമ്പോൾ കുറേ സമയം അതുകൊണ്ട് കളിക്കും. പിന്നെ സൈഡിലൂടെ ഒന്ന് നടന്നിട്ട് വന്നു കഴിയുമ്പോഴേക്കും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി, അപ്പോഴേക്കും പിന്നെ ഒന്ന് ടയേർഡാവും. പിന്നെ നമ്മളിവിടെ എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നേരം കഴിക്കും. ഇപ്പം സൺസെറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെല്ലെ കോർണിഷിൻ്റെ സൈഡിലൂടെ ഒന്ന് നടക്കാം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ് കേട്ടോ. എത്ര ഇവിടെ വന്നിട്ട് പോയാലും ആർക്കാണെങ്കിലും മതിയാവാത്തൊരു സ്ഥലമാണ്. ഞാൻ ആദ്യമായിട്ട് ഈ UAE വന്നതിന് ശേഷം ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഒരുപാട് കൗതുകത്തോടെ നോക്കി നിന്നൊരു സ്ഥലമാണിത്. അതുപോലെ പരമാവധി പല ദിവസങ്ങളിലും നമ്മൾ ഇങ്ങോട്ടായിട്ട് വരാനായിട്ട് എന്നും നോക്കാറുണ്ട്. ഷാർജയിലുള്ള ഏറ്റവും മികച്ച വാക്കിങ്ങിനുള്ള അല്ലെങ്കിൽ ജോഗിങ്ങിനുള്ളൊരു പ്ലേസാണ് കേട്ടോ ഈ കോർണിഷ് ഏരിയ. ആ കാണുന്നതാണ് കേട്ടോ അൽനൂർ ഐലാൻഡ്. ഇവിടെ അൽനൂർ ഐലാൻഡ്, അൽമജാസ് വാട്ടർ ഫ്രണ്ട്, ബുഹേറ കോർണിഷ്, ഇതൊക്കെ അറിയപ്പെടുന്നത് നമ്മളുടെ ഈ കോർണിഷിനെയാണ് കേട്ടോ. ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന് ഒരുപാട് ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലേസാണ് കേട്ടോ ഈ കോർണിഷ് ഏരിയ.
നടക്കുവാണ്. കാരണം ഇനി ഒത്തിരി കഴിയുമ്പോൾ ക്രൗഡ് കൂടും. അപ്പോൾ പിന്നെ ഇനി മെല്ലെ പോകാമെന്ന് കരുതി. പക്ഷേ കാശി വിടുന്നില്ല. കാശി ഇനിയും കുറച്ചും കൂടെ നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പം അതിനിടയിൽ ഞങ്ങൾ കണ്ടൊരു കാഴ്ചയാണത്. ഒരു വെഡ്ഡിങ് ഷൂട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അൽനൂർ ഐലൻഡിനകത്തോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അൽനൂർ ഐലൻഡിൻ്റെ എൻട്രൻസ്. ഇത് ചെറിയൊരു നാച്ചുറൽ സ്പേസാണ്. ഇതൊരു ചെറിയൊരു ബട്ടർഫ്ലൈ പാർക്കാണ് കേട്ടോ. അപ്പോൾ ഇതിന് എൻട്രൻസ് ഫീ ഉണ്ട്. ഈ കാണുന്നതാണ് അൽനൂർ മോസ്ക്. ഷാർജയിൽ ലൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്ന ടൈമിൽ ഈ അൽനൂർ മോസ്കിലും ലൈറ്റ് ഫെസ്റ്റിവൽ ഉണ്ടാവാറുണ്ട്. ഇത് ചെറിയൊരു കഫറ്റീരിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി നടന്ന് ടയേർഡായിട്ടുണ്ട്. കാശി നല്ലപോലെ ടയേർഡായിട്ടുണ്ട്. അപ്പം റെസ്റ്റോറൻറ്റിൽ ചെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിന്ന് വീട്ടിൽ ചെല്ലത്തുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു ബെല്ലൈക്കണും കൂടെ ഞെക്കി പൊട്ടിക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു ഓൾ.